നമസ്തേ, രാധേ കൃഷ്ണ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാധവദാസിൻ്റെ കഥയാണ്. മാധവദാസ് ജഗന്നാഥ്പുരിയിലെ ജഗന്നാഥൻ്റെ ഏറ്റവും വലിയൊരു ഭക്തനായിരുന്നു. ചെറുപ്പം മുതലേ മാധവദാസ് എപ്പോഴും അമ്മേൻ്റെ കൂടെയായിരുന്നു. പിന്നെ അങ്ങനെ ഒരിക്കൽ മാധവദാസിൻ്റെ അമ്മ മരണപ്പെട്ടു. പിന്നെ മാധവദാസിനെ നോക്കിയത് മാധവദാസിൻ്റെ ഏട്ടനായിരുന്നു. പക്ഷേ മാധവദാസിൻ്റെ ഏട്ടനാണെങ്കിൽ സന്യാസ ജീവിതത്തിലോടായിരുന്നു താല്പര്യം. അങ്ങനെ മാധവദാസിൻ്റെ ഏട്ടൻ മാധവദാസ് വലുതായി കഴിഞ്ഞപ്പോൾ മാധവദാസിനെ ഒരു നല്ലൊരു പെൺകുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് മാധവദാസിൻ്റെ ഏട്ടൻ സന്യാസ ജീവിതം നോക്കിപ്പോയി. മാധവദാസിനാണെങ്കിൽ ചെറുപ്പം മുതലേ അമ്മേനെ നഷ്ടപ്പെട്ടു, ഏട്ടനെയും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാധവദാസിന് ഭയങ്കര പേടിയായിരുന്നു ഇനി കൂടെയുള്ള ഭാര്യയും കൂടി നഷ്ടപ്പെടുമെന്ന്. അങ്ങനെ മാധവദാസിൻ്റെ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എവിടെയും പോവാൻ സമ്മതിക്കില്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ മാധവദാസും കൂടെ പോകും. അപ്പം മാധവദാസിൻ്റെ ഭാര്യ ഒരിക്കൽ പറഞ്ഞു, നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്തായാലും മരിക്കും. അതുകൊണ്ട് അങ്ങ് എൻ്റെ കൈയല്ല ജഗന്നാഥൻ്റെ കൈയാണ് പിടിക്കേണ്ടത്. ജഗന്നാഥൻ ഒരു കൂട്ടുകാരനായി കണ്ട ജഗന്നാഥ് ഒരിക്കലും അങ്ങേ കൈവിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ മാധവദാസിൻ്റെ ഭാര്യ മരണപ്പെട്ടു. പിന്നെ മാധവദാസ് ജഗന്നാഥ്പുരിയിലോട്ട് പോയി ജഗന്നാഥനെയും അന്വേഷിച്ച്. മാധവദാസ് ആദ്യമായിട്ടായിരുന്നു ജഗന്നാഥ്പുരിയിലോട്ട് വരുന്നുണ്ടായിരുന്നത്. അവിടെ എത്തി ജഗന്നാഥൻ്റെ ഒരു വിഗ്രഹം കണ്ടപ്പോൾ മാധവദാസിന് സംശയമായി. ഈ കൈയും കാലും ഒന്നും ഇല്ലല്ലോ ഈ ജഗന്നാഥന്, പിന്നെ ഇങ്ങനെ കൈയില്ലാണ്ട് എങ്ങനെയാണ് ഞാൻ കൈ പിടിച്ച് നടക്കും എൻ്റെ കൂട്ടുകാരൻ്റെ? ഇതല്ലല്ലോ ജഗന്നാഥൻ, എൻ്റെ ഭാര്യ പറഞ്ഞ ജഗന്നാഥ് ഇതല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മാധവദാസ് പിണങ്ങിയിട്ട് അമ്പലത്തിൻ്റെ പുറത്ത് ഒരു വൃക്ഷത്തിൻ്റെ അടിയിൽ ഇരുന്നു. പക്ഷേ ലക്ഷ്മിദേവിക്ക് ഇത് സഹിച്ചില്ല. ലക്ഷ്മിദേവി ജഗന്നാഥ്പുരിയിലെ മഹാപ്രസാദം കൊണ്ട് മാധവദാസിൻ്റെ അടുത്തോട്ട് വന്നു. എന്നിട്ട് ജഗന്നാഥ്പുരിയിലെ ഓരോ കഥകളും പറഞ്ഞ് മാധവദാസിനെ സമാധാനപ്പെടുത്തി. മാധവദാസിന് ഭക്ഷണം കൊടുത്ത് ലക്ഷ്മിദേവി തിരിച്ചു പോയി. പക്ഷേ ലക്ഷ്മിദേവി ഭക്ഷണം കൊണ്ടുവന്ന ഈ തളിക മാധവദാസിൻ്റെ കയ്യിലായിരുന്നു. അങ്ങനെ ഇരിക്കെ അമ്പലത്തിലെ സേവകർ പാചകശാലയിൽ നോക്കുമ്പോൾ ഒരു സ്വർണ്ണത്തളിക കാണാനില്ല ജഗന്നാഥൻ്റെ. എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി. രാജാവിൻ്റെ ഭടന്മാരെല്ലാവരും വന്നു. എല്ലാവരും അന്വേഷിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് മാധവദാസിൻ്റെ സഞ്ചിയിൽ ഈ സ്വർണ്ണത്തളിക കാണുന്നത്. എല്ലാവരും വിചാരിച്ചു മാധവദാസ് കള്ളനാണെന്ന്. അങ്ങനെ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. രാജാവ് അന്വേഷിച്ചപ്പോൾ മാധവദാസ് പറഞ്ഞു, ഒരു സ്ത്രീ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന തളികയാണ് ഇതെന്ന് പറഞ്ഞു. പക്ഷെ ആരും അത് വിശ്വസിച്ചില്ല. അങ്ങനെ രാജാവ് മാധവദാസിന് ചാട്ടവാര കൊണ്ട് അടിക്കാനുള്ള കൽപ്പന കൊടുത്തു. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മാധവദാസിനെ ചാട്ടവാര കൊണ്ട് അടിക്കുകയായിരുന്നു. പക്ഷേ ഒരു വടി പോലും മാധവദാസിന് ഏറ്റില്ല. എല്ലാ അടിയും ഏറ്റെടുത്തത് ജഗന്നാഥനായിരുന്നു. അത് കണ്ടപ്പോൾ രാജാവിന് എല്ലാവർക്കും മനസ്സിലായി ഇത് ജഗന്നാഥൻ്റെ ലീലകളാണെന്ന്. രാജാവ് മാധവദാസിനെ വെറുതെ വിട്ടു. പിന്നെ മാധവദാസിന് ജഗന്നാഥ്പുരിൻ്റെ അടുത്ത് തന്നെ താമസിക്കാൻ വേണ്ടിയിട്ട് സ്ഥലവും കൊടുത്തു. അവിടെ വീടുണ്ടാക്കി താമസിക്കാനുള്ള അനുവാദവും കൊടുത്തു. പക്ഷെ രാജാവിൻ്റെ ഒരു മന്ത്രിക്ക് ഇത് ഇഷ്ടമല്ലായിരുന്നു, മാധവദാസിന് സ്ഥലം കൊടുക്കാനൊക്കെ. അപ്പോൾ അയാൾ കാണിച്ചു കൊടുത്ത സ്ഥലമാണെങ്കിൽ ആകെ വരണ്ട് ഉണങ്ങിയ സ്ഥലമായിരുന്നു. മാധവദാസ് വിചാരിച്ചു ഇവിടെ എങ്ങനെ ഒരു വീടുണ്ടാക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയും ജഗന്നാഥ് വേഷം മാറി വന്ന് മാധവദാസിനെ സഹായിച്ചു, ഒരു വീടുണ്ടാക്കി കൊടുക്കാനൊക്കെ സഹായിച്ചു. പക്ഷെ അപ്പോഴും മാധവദാസിന് ജഗന്നാഥനോട് പിണക്കമായിരുന്നു കേട്ടോ, എൻ്റെ അടുത്തോട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ജഗന്നാഥ് എന്തുകൊണ്ടായിരുന്നു മാധവദാസിൻ്റെ അടുത്തോട്ട് വരാഞ്ഞത് എന്ന് വെച്ചാൽ മാധവദാസിന് എപ്പോഴും സംശയമുണ്ടായിരുന്നു ജഗന്നാഥ് വരുമോ എന്ന്. പിന്നെ മാധവദാസ് കുറേ കാലം ജഗന്നാഥ്പുരിയിൽ താമസിച്ചപ്പോൾ പല ഭക്തരുടെയും അനുഭവ കഥകൾ കേട്ടപ്പോൾ മാധവദാസിനും ഉറപ്പായി ജഗന്നാഥിനെ വിളിച്ച ജഗന്നാഥ് കൂടെ വരുമെന്ന്. പിന്നെ ആ ഒരു വിശ്വാസത്തോടു കൂടി ജഗന്നാഥിനെ വിളിച്ചപ്പോൾ ജഗന്നാഥ് മാധവദാസിൻ്റെ അടുത്തോട്ട് വരികയും ചെയ്തു. എപ്പോഴും കൂടെ ഒരു കൂട്ടുകാരനായിട്ട് നടക്കുകയും ചെയ്തു. മാധവദാസ് ആണെങ്കിലും ജഗന്നാഥിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, ജഗന്നാഥിൻ്റെ കൂടെ എപ്പോഴും ഇരുന്ന് സംസാരിക്കും. അങ്ങനെ ഒരിക്കൽ മാധവദാസിന് ഒരു അസുഖം വന്നു. മാധവദാസ് കിടപ്പിലായി. ആ സമയത്തൊക്കെ ജഗന്നാഥായിരുന്നു മാധവദാസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാധവദാസിന് ബോധം വന്നു. അപ്പോൾ മാധവദാസ് ജഗന്നാഥിനോട് ചോദിച്ചു, അങ്ങ് ദൈവമല്ലേ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ അസുഖം മാറ്റിക്കൂടാ എന്ന്. അപ്പോൾ ജഗന്നാഥ് പറഞ്ഞു, നിനക്ക് കുറച്ച് കർമ്മഫലം അനുഭവിക്കാണ്ടായിരുന്നു, അതായിരുന്നു നീ ഇപ്പോൾ അനുഭവിച്ചത്. ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ടെന്ന്. പക്ഷെ നിൻ്റെ വിഷമം കാണുമ്പോൾ, നിൻ്റെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് നിൻ്റെ ആ കർമ്മഫലം ഞാൻ ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ജഗന്നാഥ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. മാധവദാസിന് സുഖമായി. മാധവദാസ് എന്നിട്ട് ജഗന്നാഥ്പുരിയിലോട്ട് ഓടി. അവിടെ എത്തുമ്പോഴത്തേനും ജഗന്നാഥ്പുരി അമ്പലത്തിലെ കവാടങ്ങൾ അടച്ചിരുന്നു. പൂജാരി പറഞ്ഞു, ജഗന്നാഥന് അസുഖമാണ്, ഒരു അശരീരി കേട്ടു, ഇനി 15 ദിവസം കഴിഞ്ഞിട്ട് അമ്പലം തുറക്കാൻ പാടുള്ളൂ എന്ന്. എല്ലാവരും അമ്പലത്തിൽ നിന്ന് പോയി. പക്ഷെ മാധവദാസ് അവിടെ നിന്ന് പോയില്ല. മാധവദാസ് ആ കവാടത്തിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. 15 ദിവസം കഴിഞ്ഞിട്ട് അമ്പലം തുറക്കണ വരെ മാധവദാസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ മാധവദാസിനും പ്രായമായി. മാധവദാസിന് മോക്ഷം കിട്ടി. ജഗന്നാഥിൻ്റെ അടുത്തോട്ട് തന്നെ പോയി മാധവദാസ്. ഇവിടെ നമുക്ക് കാണാം കണ്ണൻ്റെ ഭക്തവാത്സല്യം എത്രത്തോളം ഉണ്ടെന്ന്.
തൻ്റെ ഭക്തൻ്റെ കർമ്മഫലങ്ങളൊക്കെ സ്വയം ഏറ്റെടുക്കുകയാണ് കണ്ണൻ ചെയ്തത്. ഇപ്പോഴും ജഗന്നാഥ് പുരിയിൽ 15 ദിവസം അമ്പലം അടച്ചിടുന്നുണ്ട് ജഗന്നാഥിന് വയ്യാണ്ടായിട്ട്. കണ്ണന് അങ്ങനെ ഏറ്റെടുക്കേണ്ട ആവശ്യം എന്തുള്ളത്? പക്ഷേ സ്വന്തം ഭക്തന് വേണ്ടി കണ്ണൻ എന്തും ചെയ്യും. അതാണ് നമുക്ക് മാധവദാസിൻ്റെ കഥയിൽ നിന്ന് മനസ്സിലാവുന്നത്. നിഷ്കളങ്കമായ ഭക്തി ഉണ്ടെങ്കിൽ അവിടെ കണ്ണൻ എന്തിനും തയ്യാറായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണ.